ശരിക്കും പറഞ്ഞാൽ ഈ പജേറോ എടുക്കുമ്പോൾ ഒത്തിരി പേരെ കൺവിൻസ് ചെയ്യേണ്ടി വന്നില്ലേ? ഫോർച്യൂണർ എൻഡ്യൂർ ഒക്കെ പറയുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ വളരെ കുറവാണ് ഇതിന്റെ മെയിൻ്റെനൻസ് ആൻഡ് ഓയിൽ ചേഞ്ച് അങ്ങനെയൊക്കെ വരുന്നത് കുറവാണ്. ടാറ്റയുടെ എഞ്ചിൻ ആണെങ്കിലും ഇതിന്റെ എഞ്ചിൻ ആണെങ്കിലും 1 lakh ഒന്നും ഇതിനൊന്നും അല്ല. 10 lakh ആണ് ഇതിന്റെ ഒരു മിനിമം പോർഷൻ. നമ്മളിവിടെ 2 lakh ഒക്കെ വരെ മാക്സിമം പോകുമ്പോൾ പേടിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് മോഹൻലാൽ എടുക്കുന്നു, മമ്മൂട്ടി ഉപയോഗിക്കുന്നു, പിന്നെ ടിനി ടോം. അത് പുള്ളിക്കാരൻ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നു. ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് പുതിയ വീഡിയോയ്ക്ക് വന്നേക്കുവാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ 2 മല്ലന്മാർക്ക് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കാം. ഇതാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മലൈക്കോട്ടെ വാലിബനും, കാര്യം വേറൊന്നും കൊണ്ടല്ല, പൊട്ടിപ്പോയൊരു സാധനവും. രണ്ടും ഇത് നമ്മുടെ ബാഹുബലിയാണ്. സക്സസ്ഫുൾ റേഷൻ ഇപ്പോഴും ആരാധവൃന്ദങ്ങളുള്ള ഒരു 2 സെഗ്മെൻറ്റ് വണ്ടികളാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ 2ൻ്റെ യൂസർ ഒരാളാണെന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ 2 വണ്ടികളുടെയും യൂസറിൻ്റെയും ശരിക്കും പറഞ്ഞാൽ ഈ പജേറോയ്ക്ക് ഒത്തിരി കഥകളൊക്കെ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 യൂസറിൻ്റെയും ഉടമസ്ഥനായ രാകേഷ് ബ്രോയെ നമുക്ക് വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. രാകേഷ് ബ്രോ, നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്താലോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ കാര്യം ചോദിക്കും, പറയുന്നുണ്ടെന്ന് തോന്നരുത്. സ്വാഭാവികമായിട്ട് ഞാൻ എല്ലാ വീഡിയോക്കും ഇങ്ങനെ പറയും, ഒരു ഇൻട്രസ്റ്റ് കൊടുക്കും. കാരണം വെച്ചാൽ ഒന്ന് ടാറ്റ സുമോ ഇപ്പം വീണ്ടും റീബിൽഡ് ചെയ്ത് സാധനം വരുന്നുണ്ട് എന്നുള്ള കിംവദന്തിയുണ്ട്. ഒരിടയ്ക്ക് ഇവന് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനമില്ലായിരുന്നു. പിന്നെ രണ്ടാമത് പജേറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിപ്പിക്കലി ഒരു വണ്ടി പ്രേമികളുടെ ഒരു സാധനമാണ്. ഈ 2ൻ്റെ ഒരു കമ്പാരിസൺ പറയുവാണെങ്കിൽ ആദ്യമേ നമുക്ക് പജേറോ തുടങ്ങും. പജേറോ എന്തുകൊണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും എല്ലാവർക്കും ഉള്ളൊരു കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുക എന്നുള്ളൊരു ഉണ്ടല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ നമുക്ക് എല്ലാ വണ്ടികൾക്കും ഒരു. തീർച്ചയായിട്ടും നമ്മുടെ പ്രാന്തന്മാരനുസരിച്ച് നമുക്ക് വണ്ടി കണ്ടാണല്ലോ ആദ്യം ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ കണ്ടേ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. അപ്പം പിന്നെ എൻ്റെ പെർഫോമൻസ് വെച്ച് നമ്മൾ കമ്പാരിസൺ ഒക്കെ ചെയ്ത് നോക്കുമല്ലോ. പല ഇതിന്റെ അറിയാം, കോമ്പറ്റേറ്റേഴ്സിനെ അറിയാമല്ലോ, അത് പേര് പറയുന്നില്ല. ഇതിന് ശരിക്കും പറഞ്ഞാൽ സെയിം പവർ ഫിഗർ എനിക്ക് തോന്നുന്നു. എൻഡവർ 175 Nm ടോർക്കും 175 bhp 400 Nm ടോർക്കും ഓൾമോസ്റ്റ് സിമിലർ. നമ്മുടെ ഫോർച്യൂണർ എൻഡവറായിട്ട് സിമിലർ. മറ്റേ 6 സിലിണ്ടർ ആണെന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇത് 4 സിലിണ്ടർ 2.4 ലിറ്റർ 2.5 ലിറ്റർ എഞ്ചിന് ആ ഡിഫറൻസ് ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ സെയിം സാധനം തന്നെ അല്ലേ? സെയിം സാധനം. ശരിക്കും ഞാൻ ഇതിന്റെ പണ്ടത്തെ പജേറോയുടെ SFX അതിന്റെ നമ്മുടെ പരസ്യം പണ്ടത്തെ ഓർക്കുന്നുണ്ട്. നമ്മൾ ടി വിക്കകത്തൊക്കെ വന്നുകൊണ്ടിരുന്നത് ഒരു തോടിനകത്തോടെയൊക്കെ ഇറങ്ങി വരുന്നത്. അന്നോട്ട് ഒരു ഭയങ്കര ഫാന്റസി എന്ന് പറയുന്നത് വണ്ടി കണ്ട് നമുക്ക് അങ്ങ് മനസ്സിൽ കയറി ഇരിക്കുന്ന ഒരു വണ്ടിയാണ്. അതിപ്പോ നമുക്കെന്നല്ല, ഓൾമോസ്റ്റ് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വണ്ടിയാണ്, താല്പര്യമുള്ള വണ്ടിയാണ്. ഇപ്പോഴും പജേറോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീൽ. പജേറോ നമ്മൾ റോഡിൽ പോകുമ്പോഴാണ് നമ്മൾ വെറുതെ നമ്മളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കി നിൽക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ ആനയൊക്കെ നമ്മൾ എന്തോരം കണ്ടെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും നോക്കുന്നു പറയുന്ന അതേ ഒരു ഫീലിംഗ്. നമ്മളെ ആഗ്രഹം കൊണ്ട് എത്ര നാളെ നടന്നിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്, ഒറ്റയടിക്കൊക്കെ വാങ്ങുകയല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ പജേറോ എടുക്കുമ്പോൾ ഒത്തിരി പേരെ കൺവിൻസ് ചെയ്യേണ്ടി വന്നില്ലേ? എനിക്ക് ഓൾറെഡി ഇതുപോലെ വണ്ടിയോടുള്ള താല്പര്യമുണ്ടെന്ന് വീട്ടിൽ അറിയാം. അപ്പൊ വീട്ടുകാർക്ക് അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. വീട്ടുകാരെ സംബന്ധിച്ചാൽ ഞാൻ പറയാം, വീട്ടുകാർക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല എന്നുള്ള കാര്യമുണ്ട്. ഞാനിങ്ങനെ പജേറോ എടുക്കാൻ പോവാന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇതിന് പാർട്സ് അവൈലബിലിറ്റി കുറവില്ല, അങ്ങനെയൊക്കെ. പാർട്സ് അവൈലബിലിറ്റി കുറവാണെന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ. നമുക്ക് പാലാരിവട്ടം, എറണാകുളത്ത്, അവിടെ അതിന്റെ പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ സർവീസ് അറിയാലോ, പാലായില് ഡോക്ടർ പജേറോ എന്ന് പറയുന്ന ആള് പുള്ളിക്കാരനുണ്ട്. ഇപ്പൊ നമുക്ക് അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ രീതിയിൽ എനിക്ക് സേഫ് ആയിരുന്നു. പിന്നെ നമ്മൾ ടോർക്കും എല്ലാം വെച്ച് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള വണ്ടികളെക്കാളും കുറച്ചുകൂടെ കേപ്പബിലിറ്റി കൂടുതൽ പജേറോ സ്പോർട്ടിലാണെന്നുള്ളതുകൊണ്ട് ഞാൻ ഇറക്കിയേക്കുന്ന വണ്ടിയാണ്. അതിന്റെ പെർഫോമൻസും അതിന്റെ ഒരു പിന്നെ ഒരു റോഡ് പ്രസൻസ് ഉണ്ടല്ലോ വണ്ടിക്ക്. നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് മെയിനായിട്ടുള്ള അതാണല്ലോ. എത്ര കിലോമീറ്റർ വണ്ടി ഏകദേശം? ഇപ്പം 1.5 ലക്ഷം കിലോമീറ്റർ. 1.5 ലക്ഷം കിലോമീറ്റർ എന്ത് തോന്നുന്നു വണ്ടിയിൽ ഇപ്പോൾ ഓടിക്കുമ്പോൾ? ഓടിക്കുമ്പോൾ അതേ നമ്മള് സർവീസ് പക്ക ആയതുകൊണ്ട് അതേ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഇപ്പോഴും കിട്ടുന്നത്. പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മേടിക്കാൻ 4x4 ആണെന്ന് പറഞ്ഞാലും 4x4 നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. പെർഫോമൻസ് അത് തന്നെ 2 വീലർ തന്നെ അത്യാവശ്യം എല്ലാ പെർഫോമൻസും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 4x4 അത്രയും എക്സ്ട്രീം ആണെങ്കിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 2 വീലർ തന്നെ ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ഓഫ് റോഡിങ് ചെയ്യാം. അതിന്റെ കേപ്പബിലിറ്റി അത്ര ഉണ്ട്. മെയിൻ്റെനൻസ് ഇത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടോ? മെയിൻ്റെനൻസ് ഇപ്പം ഇതിന്റെ കമ്പാരിറ്റീവ് ആയിട്ടുള്ള വണ്ടികളിൽ ഏറ്റവും കുറവാണ്.
ഇതിന്റെ മെയിൻ്റെനൻസ് ഫോർച്യൂണർ എൻഡ്യൂർ ഒക്കെ പറയുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ വളരെ കുറവാണ് ഇതിന്റെ മെയിൻ്റെനൻസ് ആൻഡ് ഓയിൽ ചേഞ്ച് അങ്ങനെയൊക്കെ വരുന്നത് കുറവാണ്. ഒരു 6000 കിലോമീറ്റർ നമ്മൾ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. 6000 കിലോമീറ്റർ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. 10,000 ആയിരിക്കും അല്ലേ? 10,000 6,000 ആകുമ്പോഴേ നമ്മുടെ രീതിയിൽ ഒരു കൺവീനിയന്റ് നോക്കുന്നതാണ് അതിന്റെ മെയിൻ്റെനൻസ് നോക്കുമ്പോൾ അല്ലേ? അപ്പോൾ നമ്മൾ ടാറ്റ സുമോയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവന് എത്ര നാളെ സ്വന്തമായിട്ട് ശരിക്കും പറയാം? ടാറ്റ സുമോ ഇപ്പൊ ഞാനൊരു 4 വർഷമായി യൂസ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് എനിക്ക് എന്റെ വർക്ക് കൺസ്ട്രക്ഷൻ ചോദിക്കാൻ പറഞ്ഞു. വർക്ക് എന്തായിരുന്നു? എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കാണ്. കൺസ്ട്രക്ഷൻ സ്വന്തമായിട്ടാണോ? സ്വന്തം കൺസ്ട്രക്ഷൻ, എന്റെ ഓൺ കൺസ്ട്രക്ഷൻ കമ്പനി. അപ്പം എനിക്ക് മെയിനായിട്ട് എനിക്ക് അപ്പോൾ ആ ഒരു ക്യാരക്ടറുള്ള വണ്ടി തന്നെ വേണം. ഒന്നെങ്കിൽ ഒരു ജീപ്പ് അല്ലെങ്കിൽ ഈ മോഡലുള്ള ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഇതാണ്. ഇപ്പൊ ജീപ്പ് ഓൾമോസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഒരു കാര്യം നമുക്ക് ആൾക്കാരെ യൂസ് ചെയ്യണം, ആൾക്കാരെയും കൊണ്ടുപോകണം. പിന്നെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നവർക്കറിയാം എങ്ങനെയായിരിക്കും നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നത്. രണ്ട് പർപ്പസാണ്. ആളെ കേട്ടണം, പണിസാരം കേട്ടണം. ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. എല്ലാ കാര്യവും നടക്കണം. അപ്പൊ ഇത്രയും വണ്ടി കിട്ടത്തില്ല. കമാൻഡർ ഒക്കെ പോലെ. അതെ, കമാൻഡർ പോലെ ജീപ്പ് കേപ്പബിൾ ആട്ടോ. ജീപ്പാണ് മെയിൻ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളത് മാറ്റി നമുക്ക് എല്ലാം എപ്പോഴും നമുക്ക് ഒരു ഐഡന്റിറ്റി വേണമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ അപ്പം മാറ്റി പിടിച്ച പവർ സ്റ്റിയറിംഗ് ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. കമാൻഡർ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സാമാനം ഒന്നും കാണത്തില്ല. നമ്മൾ നടക്കുകയല്ല. മഴയാണ്, ഗ്ലാസും കേട്ടിട്ട് പോകാം. ശരിക്കും ഇപ്പം മേയ്ക്കാൻ വലിയ പാടുണ്ടോ? ശരിക്കും ഒരു ഇതിന് മെയിൻ്റെനൻസ് ഇല്ലെന്ന് വേണം പറയാം. വണ്ടി ഒരു മെയിൻ്റെനൻസ് ഇപ്പം നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതൊക്കെ കറക്റ്റ് കാര്യമാണ്. പക്ഷേ ഇത് ഓയിൽ ചേഞ്ച് ചെയ്തതിൽ പോലും നമ്മളെ വിഷമിപ്പിക്കത്തില്ല, എവിടെയും കിടത്തത്തില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. സ്റ്റാർട്ടിങ് ട്രബിൾ പോലും വരത്തില്ല. നമ്മൾ പക്ഷേ എല്ലാം പ്രോപ്പറായി മെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓയിൽ ഇല്ലാത്ത സമയത്തും വണ്ടി അതേപോലെ റഫായിട്ട് എന്തോരം വേണമെങ്കിലും റഫ് യൂസ് ചെയ്യാം. എന്തോരം റഫ് യൂസ് ചെയ്താലും നമ്മളതൊരു ഒരു പണി കഴിഞ്ഞാൽ വണ്ടി ഒരു ബംഗാളി എന്ന് വേണേൽ പറയാം. നമ്മൾ എന്ത് ചെയ്താലും പണ്ടത്തെ ഹീറോ ബൈക്കുകൾ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. ഹലിപ്പിച്ച് അവനെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിച്ച് ഊറ്റിയെടുത്തിട്ട് അവസാനം ഒരു 5,000 രൂപ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പുതിയ വണ്ടി പോലെ ഇരിക്കും. ബംഗാളി ഉദ്ദേശിച്ചത് അവരെ അങ്ങനല്ല. എന്ത് വേണമെങ്കിലും നമ്മൾ പറഞ്ഞ അതുപോലെ ചെയ്തോളും, അതാ ഉദ്ദേശിച്ചത്. വർഗീയ അതിശയം അങ്ങനല്ല ബോഡി ഷേമിംഗ് ഒന്നുമല്ല. നമ്മൾ അവരെ കൊണ്ടാ ഇപ്പൊ ജീവിക്കുന്നത്. ഇതിപ്പോ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് ഈ വണ്ടി? ഇതിപ്പോ 2 lakhs കിലോമീറ്റർ ആയിട്ടുള്ളൂ. 2 lakhs കിലോമീറ്റർ ആയില്ലേ? ഇവിടെ 1 lakhs പേടിയാണ് ആൾക്കാർക്ക്. പേടിയാ. ടാറ്റയുടെ എഞ്ചിൻ ആണെങ്കിലും ഇതിന്റെ എഞ്ചിൻ ആണെങ്കിലും 1 lakh ഒന്നും ഇതിനൊന്നും അല്ല. 10 lakh ആണ് ഇതിന്റെ ഒരു മിനിമം. നമ്മളിവിടെ 2 lakh ഒക്കെ വരെ മാക്സിമം പോകുമ്പോൾ പേടിക്കുന്നു. 1 lakh ഉണ്ടെന്നെ പേടി. ഞങ്ങളുടെ അയലോകത്ത് മീൻസ് എന്റെ നെയ്ബറിന് ടാറ്റ സുമോ ഗോൾഡ് ഉണ്ട്. 2009 മോഡലാണ്. 3 lakhs മണ്ട കിലോമീറ്റർ ഓടി. ടാക്സി വണ്ടിയാണ്. അന്നത്തെ മെയിൻ കല്യാണ ഓട്ടത്തിനുള്ള വണ്ടിയായിരുന്നല്ലോ. ഒരു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇടുക്കി മലബാർ കുട്ടിഗാന മേഖലയെല്ലാം പവർഫുൾ, ഇത്രയും പവർ ആയിട്ടുള്ള എഞ്ചിൻ. ശരിക്കും അന്നൊക്കെ ഇതിന് 407 എഞ്ചിൻ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി അത്രയും പവറാണ്. ഇതിന് ശരിക്കും 2 ലക്ഷം കിലോമീറ്ററിന് ഒത്തിരി മേജർ പണികളോ കാര്യങ്ങളൊക്കെ അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരു പണി ഇതുവരെ എനിക്ക് ഒരു പണിയും വന്നിട്ടില്ല. വണ്ടിക്ക് ഓയിൽ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ. ഒരു ലീക്കേജോ അങ്ങനെയുള്ള ഒന്നും ഇതുവരെ വന്നിട്ടില്ല. വണ്ടിക്ക് ടാറ്റ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീകരനല്ലേ? പഴയ ടാറ്റ ഭീകരനാണ്, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തേലോട്ട് നമ്മൾ പോകുന്നില്ല. ഞാനൊരു ടാറ്റ വിരോധി എന്നുള്ള ശാഖലയിൽ എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടോ? എല്ലാരും മറ്റേ മാരുതി അങ്ങനെയൊന്നുമല്ല. നമ്മള് വണ്ടിക്ക് എല്ലാം ഒരേ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ രീതിയിൽ ഇഷ്ടപ്പെടും. ശരിക്കും പറഞ്ഞാൽ ടാറ്റയുടെ പഴയ സഫാരി സ്റ്റോം ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയണ്ടല്ലോ, ഇപ്പോഴും അതിന് 6 ലക്ഷം 8 ലക്ഷം വിലയാണ്. അന്നത്തെ ആ വിലക്കുള്ള സാധനം സ്റ്റോം ആണെങ്കിലും അതിന് മുന്നത്തെ ടാറ്റ സഫാരി നല്ല. അത് പണ്ടത്തെ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളിലൊക്കെ ഉണ്ട് നിറഞ്ഞു നിൽക്കുന്നത്. ശരിക്കും ഇതിന് അല്ലെങ്കിൽ ഈ പജേറോ എടുക്കാൻ കാര്യം അങ്ങനെ വല്ല ഫാന്റസി വല്ലതും ഉണ്ടോ? പിന്നെ നമ്മളിത് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ കേൾക്കുന്ന മീൻസ് SFX നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ കാണുന്നു ഉണ്ട്. പിന്നെ ഈ സ്പോർട്ടിനെ പറ്റി കൂടുതൽ അറിയുന്നത് നമ്മുടെ ദുൽഖർ സൽമാൻ എടുക്കുന്നുണ്ട്. ദുൽഖർ സൽമാൻ എടുത്ത് പൊളിക്കുന്നു, വണ്ടി അങ്ങ് മോഡിഫൈ ചെയ്ത് അങ്ങ് തകർക്കുമല്ലായിരുന്നു. അങ്ങനെ ആകുമ്പോൾ അപ്പം നമ്മൾ കൂടുതൽ വിഷ്വൽസ് എടുത്ത് കാണുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മോഹൻലാൽ എടുക്കുന്നു, മമ്മൂട്ടി ഉപയോഗിക്കുന്നു, പിന്നെ ടിനി ടോം. അത് പുള്ളിക്കാരൻ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തൊക്കെ ഉപയോഗിക്കുന്നു. അപ്പം അങ്ങനെ കണ്ടപ്പോൾ നമ്മുടെ മനസ്സിലങ്ങ് കയറുവാണല്ലോ. നമ്മൾ ആഗ്രഹം വെച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്കൊരു അവസരം വന്നപ്പോൾ നമ്മളങ്ങ് എടുത്തു. ഒരു പജേറോയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെയർ പാർട്ട് അവൈലബിലിറ്റി ഓൾമോസ്റ്റ് നമുക്ക് എത്തിക്കാൻ അവൈലബിൾ. അതേപോലെ തന്നെ ഇത് മെയിൻ്റനൻസ് കോസ്റ്റുകൾ, അതായത് ഇതിനോലെ പണി വരുന്നുണ്ട് അല്ലെങ്കിൽ ഇതിന് പോണ് ഭയങ്കരമായിട്ട് പണി വരുന്ന ഒത്തിരി ഒരു പേടിയുണ്ട് ആൾക്കാരിലോട്ട്. അങ്ങനെ വിചാരിക്കുന്നവർക്ക് എന്താണ് ഒരു മറുപടി പറയുകയാണ് ബ്രോയുടെ ഭാഗത്ത് പറയുകയാണെങ്കിൽ?
മെയിൻലി ഇങ്ങനെ ഒരു വണ്ടി എടുക്കുമ്പോഴേ നമ്മൾ മനസ്സുകൊണ്ട് ഒരു റെഡി ആയിരിക്കണം. ഇച്ചിരി വർക്കുകൾ വരും. ഒരു നോർമൽ ഒരു കാർ ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കില്ല. നമ്മളിപ്പോൾ ഇത് 4x4 ആണല്ലോ, അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. ഓയിൽ ചേഞ്ച് എക്സ്പെൻസിന്റെ കാര്യം ഉദ്ദേശിച്ചു അതുണ്ടാകും. അല്ലാതെ വേറെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. നമ്മൾ 7 സീറ്റർ നോക്കുന്ന ആൾക്കാർക്ക് ഒരു പുത്തൻ വണ്ടിയിലേക്ക് പോകുന്നതിലും ഇതേപോലെ ബെറ്റർ ആയിരിക്കും. ഇതുപോലെ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ആൾക്ക് ഇത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. XUV 500 പോലൊക്കെ അതൊക്കെ എടുക്കാം. സർവീസ് കൂടുതലാണ്. അപ്പൊ അതാണ് അതും ആയിരിക്കും ഇത്. അതിലൊക്കെ എപ്പോഴും ബെറ്റർ പിന്നെ എല്ലാം കൊണ്ടും നമുക്കും ഒരു ഓടിക്കുന്ന നമുക്കൊരു സന്തോഷം വേണമല്ലോ. വണ്ടി എപ്പോഴും ഓടിക്കും. ഇപ്പൊ XUV 500 എടുക്കുന്നത് നല്ല വണ്ടി. പക്ഷെ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. നമുക്ക് അപ്പൊ അധികം ഇല്ലാത്തതും വേണം. എന്നാൽ നമ്മുടെ വണ്ടി നമ്മുടെ ഐഡന്റിറ്റി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇപ്പം ഇത് ഫാമിലി റൈഡോ അല്ലെങ്കിൽ ലോങ് റൈഡ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ഫീലിംഗ്? സസ്പെൻഷൻ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും ഇത് ഇരുന്ന് യാത്ര ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ എത്ര യാത്ര ചെയ്താലും നമ്മൾ ചെന്ന് എത്തുമ്പോഴായിരിക്കും നമ്മൾ എത്തി എന്നുള്ളൊരു ഇത് വരത്തുള്ളൂ. അത്രയും യാത്ര സുഖം. നമ്മൾ അവിടെ എത്തിച്ചേർന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇത്ര യാത്ര ചെയ്ത് എത്തി എന്നുള്ളൊരു ഫീൽ എടുത്തുള്ളൂ. അത്രയും യാത്ര സുഖം. ഇതിന്റെ സെയിം കോമ്പറ്റീറ്റേഴ്സിനൊന്നും ഈ ബാക്ക് റോ സീറ്റുകളിലേക്ക് വരുമ്പോൾ ബാക്ക് സീറ്റിൽ അത്രയും വണ്ടികൾ അറിയാലോ, അതിന് അത്രയും ഇല്ല. ഫോർച്യൂണർ ആണെങ്കിലും ഫോർച്യൂണർ അത്രയും സ്പേസ് ഇല്ല. കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു പജേറോ സ്പോർട്ട് ഇറക്കുന്നത് തന്നെ അത് തന്നെയാണ്. SFX-ന് സസ്പെൻഷൻ ഭയങ്കര ഹാർഡായിരുന്നു. അത് അതിന് പോം വഴികളുണ്ട്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. സിംഗിൾ ലീഫ് ഒക്കെ ഇതുപോലെ ബ്രേക്കുകളാണെങ്കിൽ ഹൈബ്രിഡ് ക്ലച്ച്. ഈ ഹൈബ്രിഡ് ക്ലച്ച് ഞാൻ ചോദിക്കാൻ വരുന്ന ഒരു ക്വസ്റ്റൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പാലായിലുണ്ട് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ബെനിഫിറ്റിലുണ്ടോ ഇതിന്? അല്ലെങ്കിൽ ഇതിന് ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ഹൈവേകൾ എക്സ്പ്രസ് ഹൈവേകളിലൊക്കെ നമുക്ക് അത്രയും ഹൈബ്രിഡ് ക്ലച്ചിന്റെ ഒരു യൂസ് വരുന്നുള്ളൂ. പെട്ടെന്ന് സഡൻ ബ്രേക്കുകളൊക്കെ SFX എന്ന് പറയുമ്പോൾ ഒട്ടും ബ്രേക്കിംഗ് എബിലിറ്റി ഇല്ല അതിന്. അപ്പൊ അങ്ങനെയുള്ള വണ്ടിക്ക് എന്നാണെങ്കിലും ഹൈബ്രിഡ് ക്ലച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം അത്ര ഇല്ല. നമ്മൾ അത്രയും കുറച്ചും കൂടെ അവര് നോക്കി ഇറക്കി ബ്രേക്കൊക്കെ സെറ്റ് ചെയ്ത് ഇറക്കിയേക്കുന്നത്. എന്നാലും ഹൈബ്രിഡ് ക്ലച്ച് കയറ്റുന്നത് നല്ലത് തന്നെ. അതാണ് അതിന്റെ ഒരു ഡിഫറൻസ്. SFX വണ്ടികൾക്ക് ഹൈബ്രിഡ് ക്ലച്ച് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അല്ലേ? അതെ. ഹൈബ്രിഡ് ആണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വരുന്നില്ല. നമുക്ക് കുറച്ചും കൂടെ ബ്രേക്ക് എഫിഷ്യൻസി ആണ്. ഇപ്പം ലോങ് ഒക്കെ പോകുമ്പോൾ നല്ല സ്പീഡ് നോക്കിയോ? പിന്നെ നല്ല പവർ ആണല്ലോ. 3rd ഗിയറിൽ പോലും നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ഗിയർ നമ്മൾ കാല് കൊടുത്ത് കയറുന്ന ഒരു പവർ ഉണ്ടല്ലോ. ആ ഫീല് നമ്മൾ 3rd ഗിയറിലും നമ്മൾ ഓവർടേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് ടർബോയുടെ ഒരു എഫക്ട് കിട്ടുന്നുണ്ട്. ചോദിച്ചാൽ നമുക്ക് മറ്റേ പണ്ടുള്ളവർ വന്നേരം രണ്ടും മക്കളെ വിട്ടിട്ട് ഏതാണെന്ന് എന്താന്ന് ചോദിക്കുന്ന പോലെ ഇരിക്കും. രണ്ടും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ടാറ്റാ സുമോയ്ക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത്. ചുമ്മാ ചെറിയ കക്ഷിയാണോ? വയനാട്ടില് നമ്മളത് പേരില്ലാത്തൊരു മലയാണ്. അതായത് അത് റോഡില്ല. അപ്പം ഒരു സിംഗിൾ ഒരു വീട്ടിലോട്ടുള്ള വഴിയാണ്. മേളിൽ ചെന്നപ്പോൾ അപ്പം ഞങ്ങൾ അന്നത്തെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒരു 5-6 പേരുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഈ വണ്ടി മലയുടെ മേളിൽ കയറ്റി ഇതുകൊണ്ട് കയറ്റി. അന്നത്തെ ഒരു ഇതിന്റെ പേരിൽ നമ്മളങ്ങ് കയറ്റി. അപ്പം നമുക്കൊരു സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ എവിടെ വേണേലും ഇത് കയറ്റാം. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സ്കില്ല് വേണ്ടില്ലേലും വണ്ടി കയറിക്കോളും. വണ്ടിയുടെ സ്കില്ല് കൊണ്ട് വണ്ടി കയറിക്കോളും. ആ ഒരു ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അച്ചീവബിൾ മീൻസ് തിരിച്ച് കയറി ഇറങ്ങുമോ? കാര്യം ഇതിനൊക്കെ ബ്രേക്കിംഗ് കുറച്ചുകൂടെ കുറവല്ലേ? ഇതും ആ ഒരു ടെൻഷനോ പേടിയോ എല്ലാം വരുമോ? കാര്യം തിരിച്ചിറങ്ങും. സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് നമുക്കറിയാം. സ്ഥിരം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കാലിനും ഒക്കെ കൈക്കും അറിയാം എപ്പോൾ ചവിട്ടണം, എവിടെ നിൽക്കും എന്നുള്ളൊരു നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പം ഞാനപ്പോൾ ഓഫ് റോഡ് ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വേറെ ആളെ കൊടുത്ത് ഓടിക്കത്തില്ല, ഞാനേ ഓടിക്കത്തുള്ളൂ. വേറെ ആൾ ഓടിക്കുമ്പോൾ ചിലപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് കൂടെ ഇരിക്കുന്നതൊക്കെ ഓൾറെഡി ടെൻഷൻ ആയിരിക്കും. നമ്മുടെ കൂടെ വന്ന കൂട്ടുകാർക്കെല്ലാം അറിയാവുന്ന പേരിൽ കുഴപ്പമില്ലാതെ ഓടിക്കും. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ രണ്ടുപേരുടെയും മൈലേജിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ എന്തായിരിക്കും ഉത്തരം? മൈലേജ് ഇവൻ തന്നെയാ കൂടുതൽ. ഓൾമോസ്റ്റ് എത്ര രൂപ കിലോമീറ്റർ കിട്ടുന്നു മൈലേജ്? ലിറ്ററിന് ഇതിന് എന്ത് കളിച്ചാലും ഒരു 16-17 ഇത് 10 സീറ്റർ. അവനെ ഇട്ട് കളിയാക്കി കൊന്നൂടാ. ഒരു 10 സീറ്ററിന് കിട്ടും പുച്ഛിക്കുന്നല്ലേ? 10 സീറ്ററിന് കിട്ടുന്ന മൈലേജ് ആണ് കേട്ടോ. 16 കിലോമീറ്റർ മൈലേജ്. പൊന്നപ്പനല്ലല്ലോ, തങ്കപ്പനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ആൾക്കാർ ഇതിന്റെ കേപ്പബിലിറ്റി. നമ്മൾ ഒത്തിരി തഴഞ്ഞു കളഞ്ഞ വണ്ടിയാണ് ടാറ്റാ സുമോ എന്ന് പറഞ്ഞാൽ. പണ്ട് എനിക്ക് തോന്നുന്നു മൈലേജ് ഇല്ലാന്ന് പറഞ്ഞ ഒത്തിരി കളഞ്ഞ വണ്ടിയാണ്. മൈലേജ് ഉണ്ട്. കൂടുതൽ ടാക്സി ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന നോർത്തിലാണെങ്കിൽ ഷിംല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ വണ്ടിയാണ്. ആൾ ഇഷ്ടം പോലെ കയറും. 10 പേര് കയറാന്ന് പറഞ്ഞാൽ ടാക്സി
സ്പ്ലെൻഡറൊക്കെ അതിക്കുള്ളത് വേണ്ടല്ലോ. ഫോഴ്സിന്റെ മറ്റേ ഒരു വണ്ടി എങ്ങാണ്ട് ഉണ്ടോ ട്രാക്സ് അതോ അതിന് പക്ഷെ ആ ഒരു നീളം കൂടുതലുണ്ട്. വണ്ടി ഒരു പക്ഷെ കാണുമ്പോ ഇതൊരു ഭയങ്കര ഒരു ഭംഗിയാണ് അല്ലേ. ശരിക്കും ഇത് മോഡിഫൈ കഴിഞ്ഞാൽ വേറെ ലെവലാണ്. വെളിയിലോട്ടൊക്കെ കാണാം ഒത്തിരി മോഡിഫൈ ചെയ്ത വണ്ടികളും. അതിനേക്കാളും ഇവന്റെ ഒരു സ്നോർക്കലൊക്കെ വെച്ച രൂപങ്ങൾ പലയിടത്തും ഇപ്പൊ ഓരോ വണ്ടി ഉണ്ട്, കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി അങ്ങനെ വല്ല പ്ലാനിങ് ഉണ്ടോ ഇവനിലോട്ട് ആ പരീക്ഷ? എനിക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാനുള്ളൊരു, നമുക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ഓരോ ചേഞ്ച് വരുമ്പോൾ നമ്മൾ ഒരു ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ വിട്ടുള്ള ഒരു കളിയല്ല, എന്നാലും നമുക്കൊരു മിനിമൽ രീതിയിൽ ചെയ്യണമെന്നുണ്ട്. അപ്പം ഇതിന്റെ മൈലേജിനെ കുറിച്ച് കൂടെ നമ്മളൊരു ബോധവാനാക്കേണ്ട. ഇതിന്റെ മൈലേജ് കമ്പാരിറ്റീവ്ലി ഉണ്ട്, ഒരു 12 കിട്ടുന്നുണ്ട്. 12 കിട്ടുന്നുണ്ടല്ലേ? അതായത് ഹൈവേകളിലൊക്കെ 12 പക്കയായിട്ട് കിട്ടും, 12 ആ റേഞ്ച് കിട്ടും. അല്ലാത്ത നമുക്ക് ഒരു 8-7 ഒക്കെ പ്രതീക്ഷ മതി. ശരിക്കും കമ്പനി പോലും ഇതിന് ഓഫർ ചെയ്യുന്നത് 13.5 കിലോമീറ്റർ 35 ഉണ്ട്. 12 എന്നാലും പക്കയായിട്ട് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. പിന്നെ ആ ഒരു നമ്മൾ ഓടിക്കുന്ന രീതി നമ്മുടെ ഇരിക്കും. ഇവന് ഫോർച്യൂണറിനും എൻഡവറിനും ഈ ഇതേ ഉള്ളൂ. ഓൾമോസ്റ്റ് എനിക്ക് ആ സെഗ്മെന്റിലുള്ള ഈ വണ്ടികൾക്കെല്ലാം ഒരേ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം എൻഡവറിന് കുറച്ചുകൂടെ കൂടുതലാണ് ഫീച്ചർ കൊണ്ടാണ്. പക്ഷെ എന്നാലും ഇവൻ കേപ്പബിലിറ്റി അനുസരിച്ച് എനിക്ക് ഞാൻ 3 യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രണ്ട്സിന്റെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കേപ്പബിലിറ്റി കൂടുതൽ ഇവൻ തന്നെയാണല്ലേ, അതുകൊണ്ടായിരിക്കും. പിന്നെ ലുക്കും നമ്മുടെ ഒരു ആഗ്രഹവും എല്ലാം കിടക്കുന്നതുകൊണ്ട് ആ ഒരു ഓരോ പോസിറ്റീവ് കേൾക്കുമ്പോൾ നമുക്ക് എടുക്കാനുള്ള ആഗ്രഹം കൂടിക്കൊണ്ടിരിക്കുമല്ലോ. ശരിക്കും ഇത് എടുക്കാൻ പോയപ്പോൾ ആരെങ്കിലും പറഞ്ഞു അവിടെ നിൽക്കുന്ന 2010 മുകളിൽ പജേറോ അല്ല ഫോർച്യൂണർ എടുത്താൽ പോലെ ഇഷ്ടംപോലെ പേര് പറയും. ആൾക്കാർക്ക് എപ്പോഴും ടൊയോട്ടയോടൊരു താല്പര്യം കൂടുതലുള്ള, അപ്പൊ ആൾക്കാർ ഫോർച്യൂണർ എടുത്താൽ എന്തുകൊണ്ട് എനിക്ക് ഫോർച്യൂണർ എടുത്താൽ പോരെ, അത് കൊടുത്താലും പൈസ കിട്ടുമല്ല എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ വളരെ കേൾക്കാം, നമ്മുടെ ഇഷ്ടം നോക്കി ചെയ്യാന്നുള്ളതാണ്. നമുക്ക് സന്തോഷം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു വണ്ടികൾ എടുക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് ഒരു 6 മാസം അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 2 കൊല്ലം 3 കൊല്ലം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത്ര നാളത്തെ ആഗ്രഹം. നമ്മളിപ്പോ പറയുമ്പോ എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല, യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അപ്പം ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ടാറ്റ സുമോയാണ്. രണ്ടും ഞാൻ ഇവിടെ കൊണ്ടുവരാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലെജൻഡുകളാണ് കേട്ടോ. 2 ലെജൻഡുകളാണ് എടുത്തോണ്ട്, എസ്പെഷ്യലി എടുത്തുകൊണ്ടൊരു 4x4 അല്ലാത്തൊരു ലെജൻഡ് കാറ്റഗറി വരുന്നതാണ് ടാറ്റ സുമോ അല്ലേ. ശരിക്കും ഇപ്പോഴത്തെ ഞാനൊരു കമ്പാരിറ്റീവ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ലുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പുതിയ ഡിഫൻഡറിന്റെ പഴയ ലുക്ക്, ശരിക്കും പഴയ ലുക്കാണ്. അത് വെച്ച് ഇൻസ്പയർ ചെയ്ത് ഇറക്കിയതാണ് സുമോ. അതാണ് ഒരു ചായ കാച്ചിലുള്ള. അപ്പം ഇത് രണ്ടും ആ ഒരു കാറ്റഗറിയാണ് ഇവര് 2 പേരെയും. അപ്പം എന്നോട് ബ്രോ പറഞ്ഞു ഇങ്ങനെ, ഞാൻ ഇതിന്റെ പജേറോയുടെ കൂടെ തന്നെ ടാറ്റ സുമോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ടാറ്റ സുമോ നമ്മുടെ ഫ്രെയിമിൽ വന്നില്ലെങ്കിൽ അല്ലേ അതൊരു രസകരമാവില്ല, ഈ കോൺവെർസേഷൻ കുറച്ചുകൂടെ ഭംഗിയാകട്ടെ എന്ന് കരുതിയാണ് ഇവനെ ഉൾക്കൊള്ളിച്ചത്. അപ്പം ഇതിൽ രണ്ടിൽ ഏതാണ് കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും പറയത്തില്ല. എന്നാണ് നമ്മളിവിടെ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പജേറോ വേഴ്സസ് ഒരു ടാറ്റ നമ്മുടെ സുമോ, ടാറ്റ സുമോ, അതിൻ്റെ ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പജേറോട് ടാറ്റ സുമോ കമ്പയർ ചെയ്യാൻ ചോദിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് ഉത്തരം ഈ വീഡിയോക്ക് തോന്നുന്നില്ലേ. ഒരു വേറെ തരത്തിൽ കമ്പയർ ചെയ്ത് റീസണബിൾ ആണല്ലേ. അപ്പം ഇത് രണ്ടിനും 2 പർപ്പസ് ആണെങ്കിലും ഒരേ തുലനത്തിൽ അല്ലേ, ഒരേ 2 ത്രാസിന്റെ അപ്പുറം ഇപ്പുറം വെക്കാവുന്ന 2 വണ്ടികളാണ്. അപ്പോൾ എന്നാലും ബ്രോ അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നു. അത് വളരെ ഭംഗിയായിട്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാണെങ്കിലും ബ്രോയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ബ്രോ നമ്മുടെ വീഡിയോക്ക് ഇത്ര ഇൻഫർമേഷൻ തന്നെ സ്പെഷ്യൽ താങ്ക്സ്. അപ്പം വേറെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തരണം കേട്ടോ. അപ്പം ആഗ്രഹങ്ങൾ തീരുന്നില്ലല്ലോ. അതെ, അടുത്ത വണ്ടികളുമായിട്ട് അടുത്ത മോഡിഫിക്കേഷൻ വർക്ക് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അല്ലേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ദിസ് ഇസ് ജിഷ്ണു മാരാർ സൈനിങ് ഓഫ്.